നമസ്കാരം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലീഗിൻ്റെ ഭവന പദ്ധതി എന്തായി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഭവന പദ്ധതി എന്തായി എന്ന് കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ എല്ലാ വീടുകളും പൂർത്തിയായിരിക്കുകയാണ്. സൂപ്പറായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ജോലികൾ കൂടി മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ ഇതാ വീടുകളുടെ നിർമ്മാണം ഏകദേശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫിനിഷിംഗ് ഘട്ട ജോലികളാണുള്ളത്. ഈ മാസം 28-നാണ് ഇത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി കൈമാറുന്നത്. ആദ്യഘട്ടത്തിൽ 51 കുടുംബങ്ങൾക്കാണ് വീടുകൾ കൈമാറുക. അവർക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം മുട്ടിൽ WMOയിൽ നടന്നിരുന്നു. പിന്നീട് ആ ഗുണഭോക്താക്കൾ ഓരോരുത്തരും വീട് പോയി കാണുകയും ചെയ്തു. ഇപ്പോൾ ഓരോരുത്തരും വീടുകൾ കണ്ട് അവർക്ക് നറുക്ക് കിട്ടിയ വീടുകളൊക്കെ കണ്ട് തൃപ്തി അടയുന്നുണ്ട്. 2 ഘട്ടമായിട്ടാണ് ലീഗിൻ്റെ വീടുകൾ നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ കാണിക്കുന്ന ടൗൺഷിപ്പിൽ 51 വീടുകളും രണ്ടാം ഘട്ടത്തിൽ 55 വീടുകളും. ഫെബ്രുവരി 28-ന് ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും രണ്ടാം ഘട്ടം മെയ് 20-നും നടക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നാടിനെ നടുക്കിയ ആ മഹാദുരന്തത്തിൽ ഇരകളായ ആളുകൾക്ക് സമാശ്വാസത്തിൻ്റെ ഒരു സ്നേഹത്തണലൊരുക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗ്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് അറിയിച്ചിരുന്നു. ആദ്യം കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ട് കാലതാമസമൊക്കെ ഉണ്ടായി, ഭൂമിക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നതായി ആരോപണങ്ങളൊക്കെ ഉയർന്നതിനെ തുടർന്ന് പിന്നീട് നിയമ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ഈ വീടിൻ്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നത്. വളരെ ഗുണമേന്മയുള്ള തരത്തിലാണ്. ഗുണഭോക്താക്കൾക്ക് വേണമെങ്കിൽ 2ാം നില നിർമ്മിക്കാൻ പാകത്തിലാണ് മണിക്കുന്ന് മലയുടെ താഴ്വാരത്ത് മനോഹരമായ ഒരു ഭൂപ്രദേശത്ത് തൃക്കൈപ്പറ്റ നെല്ലിമാളത്ത് ഈ വീടുകൾ അങ്ങനെ ഒരുങ്ങുന്നത്. ഇനി ലോകത്തിലെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ആഘോഷമായ റംസാൻ വ്രതം അവസാനിക്കുന്നതോടുകൂടി ഗുണഭോക്താക്കൾക്ക് ഈ പുതിയ വീടുകളിൽ കയറി താമസിക്കാനാകും. അതിൻ്റെ ആശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ പുതിയ പുനരധിവാസ ടൗൺഷിപ്പ് നാടിന് സമർപ്പിക്കുകയാണ്. ആ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. നാടിൻ്റെ ഒരു ആഘോഷമാക്കാനുള്ള ഒരു ഒരുക്കമാണ് തൃക്കൈപ്പറ്റ ഗ്രാമത്തിലാകെ നടക്കുന്നത്. ചില വീടുകളുടെയൊക്കെ നിർമ്മാണം പൂർത്തിയാകാനുണ്ടായിരുന്നു. അവിടെയും ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സൗകര്യങ്ങളുള്ള ഹാള്, കിച്ചൺ, ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂം, പിന്നെ മുകളിൽ 2ാം നില നിർമ്മിക്കണമെങ്കിൽ നിർമ്മിക്കാൻ പാകത്തിനൊക്കെയാണ് നിർമ്മാണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.